പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രിയൻ പൊന്മുഖം ആശയോടെ കാണുവാൻ പറന്നു പോകും. സുഭാഷിതം. മീഖ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ഇറങ്ങി ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുന്നു. For behold, the Lord is coming out of his place. He will come down and tread on the high places of the earth. മീഖ പ്രവാചകന്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് അധികമൊന്നും വിവരിച്ചു കാണുന്നില്ല. യഹൂദയെ ഭരിച്ചിരുന്ന 3 രാജാക്കന്മാരുടെ കാലത്ത് യെരുശലേമിനെ കുറിച്ചും ശമരിയെക്കുറിച്ചും ദർശിച്ച അരുളപ്പാടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് 1-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. യെരുശലേം തെക്കൻ രാജ്യമായിരുന്ന യഹൂദയുടെ തലസ്ഥാനവും ശമരിയ വടക്കൻ രാജ്യമായിരുന്ന ഇസ്രയേലിന്റെ തലസ്ഥാനവുമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിനോടും യഹൂദയോടുമുള്ള അരുളപ്പാടാണ് മീഖ അറിയിച്ചത്. ഒരു സാധാരണ ഗ്രാമീണനായിരുന്ന മീഖയെ ദൈവം ഒരു പ്രവാചകനായി തന്നെ നിയോഗിച്ചപ്പോൾ അനീതിക്കെതിരായി അദ്ദേഹം സുധീരം പോരാടി. ഒരു നീതിന്യായ കോടതിയിൽ എന്ന പോലെ ജനങ്ങളോട് അടുത്ത് ചെന്ന് അവരുടെ സാന്നിധ്യം അറിയിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് ന്യായവിധിക്കായി ഇറങ്ങി വരുന്ന ദർശനം മീഖ കണ്ടു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമ നിമിത്തവും ഇസ്രയേൽ ഗ്രഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു എന്ന് വ്യക്തമായി അവരോട് അറിയിക്കുന്നു. ന്യായം വിധിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ. യഹോവയുടെ സ്ഥലം എവിടെയാണ് യഹോവ വസിക്കുന്നത്? ആവർത്തന പുസ്തകം 26:15 പറയുന്നു, നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗമെന്ന്. യെശയ്യാവ് 57:15 പറഞ്ഞിരിക്കുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. 2 കൊരിന്ത്യർ 6:16 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എഫെസ്യർ 2:22 വായിക്കുന്നത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. എന്നാൽ മീഖ കണ്ട ദർശനം, ജനം പാപം ചെയ്തപ്പോൾ ദൈവം തന്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി നടകൊള്ളുന്നു. അത് ന്യായവിധിക്ക് വേണ്ടിയാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ വാസസ്ഥലത്തിൽ നാമും ആയിരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങ് വസിക്കുന്ന വാസസ്ഥലത്തിൽ അടിയങ്ങളുമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. മരണം